അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൂസ്ലു ബിൽ മുനാസിബ്. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇത് നമുക്കറിയാം. ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. ഹുവ, ഹുമ, ഹും, ഹുന്ന 4 ളമീറുകളാണ് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിനോട് യോജിച്ചവയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹുവ എന്ന് പറഞ്ഞാൽ അവനാണ്. അവൻ എന്ന് പറയുമ്പോൾ ഒരാണ്. ഹുമ അവർ 2 പേർ. ഹും അവർ കുറേ ആളുകൾ. ആ കുറേ ആളുകൾ പുരുഷന്മാരാണ്. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ. അപ്പോൾ ഹുവ അവൻ, ഹുമ അവർ 2 പേർ, ഹും അവർ കുറേ ആളുകൾ, ഹിയ അവൾ, ഹുമ അവർ 2 പേർ, ഹുന്ന അവർ കുറേ പേർ, അത് സ്ത്രീകളാണ്. അൻത നീ, അൻതുമ നിങ്ങൾ 2 പേർ, അൻതും നിങ്ങൾ ഒരുപാട് പേർ, അൻതി നീ ഒരു പെണ്ണ്, അൻതുമ നിങ്ങൾ 2 പേർ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ, അന ഞാൻ, നഹ്നു നമ്മൾ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒന്ന് റിവൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്കൊന്ന് വരാം. ഹാദ ഇബ്നുൻ, ഇവൻ ഒരു മകനാണ്. ഡേഷ് ദാരിസുൻ. അപ്പം അവിടെ എന്താ വരിക? അവിടെ വരിക ഹുവ ദാരിസുൻ എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഇബ്നു എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയല്ലേ. ഒരാൺകുട്ടിക്ക് നമ്മൾ ഹുവ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ. ഹഉലാഇ ബനാത്തുൻ, ഇവർ പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ് ബനാത്തുൻ. ഒരാളല്ല, 2 ആളല്ല, ഒരുപാട് ആളുകളുണ്ട്. അത് സ്ത്രീകളാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഹുവയോ, ഹുമായോ, ഹും ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ വരുന്നത് ഹുന്നയാണ്. 2ൽ കൂടുതൽ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഹുന്നയാണ്. അടുത്തത് ഹാദാനി ഇബ്നാനി, ഇവർ 2 പേരും ആൺമക്കളാണ്. ഇവർ 2 പേരും ദാരിസാനി വിദ്യാർത്ഥികളാണ്. 2 പേരെന്നുള്ളതിന് ഹുമ എന്നാണ് ഉപയോഗിക്കുക. സ്ത്രീ ആയാലും പുരുഷനായാലും ഹുമ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2 പേർ എന്നാണ്. അടുത്ത അവസാനത്തെ ഹഉലാഇ അബ്നാഉൻ, ഇവർ ആൺമക്കളാണ്. അവർ ദാരിസുന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർ എന്നുള്ളതിന് ഹും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഹും എന്നുള്ളത് പുരുഷനാണ്, കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ ആ ളമീർ ഒന്ന് പറഞ്ഞു നോക്കാം. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന. അപ്പോൾ ഹുവ, ഹുമ, ഹും എന്നുള്ളതിൻ്റെ അർത്ഥം ഹുവ അവൻ, ഹുമ അവർ 2 പേർ, ഹും അവർ, ഹിയ അവൾ, ഹുമ അവർ 2 പേർ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ, അൻത നീ, അൻതുമ നിങ്ങൾ 2 പേർ, അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ, അൻതി നീ ഒരു പെണ്ണിനോട് പറയാണ് നീ, അൻതുമ നിങ്ങൾ 2 പേർ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ, നഹ്നു ഞങ്ങൾ. ഞാൻ കുറച്ച് പേരുകൾ പറയാൻ പോവാണ്. ആ പേരുകൾക്ക് യോജിച്ച ളമീറുകൾ നിങ്ങൾ പറയണം. മുഹമ്മദുൻ ഹുവയാണ്. മുഹമ്മദുൻ വ അബൂബക്കർ ഹുമായാണ്. മുഹമ്മദുൻ വ അബൂബക്കറുൻ വ ഉമറുൻ വ ഉസ്മാനുൻ വ അലിയുൻ ഹും എന്നാണ്. അൽ അസുഹാബ് സ്വഹാബികൾ അല്ലെങ്കിൽ അസ്വഹാബ ഹും. ഓക്കെ. അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ ഹും. ഫാത്തിമ യോജിച്ചത് ഹിയ. ആയിഷ ഹിയ. ഉമ്മുൻ ഹിയ. അബുൻ ഉപ്പ എന്ന് പറയുമ്പോൾ ഹുവ. അടുത്തത് സ്ത്രീകൾ ഹുന്ന, പുരുഷന്മാർ ഹും. ആയിഷയും മുഹമ്മദും
ഹുമാ. ആയിഷയും ഫാത്തിമയും ഹുമാ. മുഹമ്മദുൻ ഉമറും ഹുമാ. ഇങ്ങനെ തുടങ്ങി ലൊമീറുകളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഹുവ ഹുമാഹും എന്ന ലൊമീറിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത്. തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നേരത്തെ വന്നത് ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന എന്നതാണെങ്കിൽ ഇനി ഈ വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹനു എന്നുള്ളതായിരിക്കും. അപ്പം അതെങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? എളുപ്പമാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നേരത്തെ നമ്മൾ ഹുവ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനാണ് അല്ലേ, ഒരാണ്. അതേപോലെ ഒരു പുരുഷൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് അൻത. എന്താണ് ഉപയോഗിക്കുന്നത്? അൻത. അപ്പം ഈ അൻത എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പുരുഷനാണ്. പക്ഷെ ഇതെങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് ഒരു പുരുഷൻ? ഹുവ എന്ന് പറയുന്നത് ഒരു പുരുഷൻ, അൻത എന്ന് പറയുന്നത് ഒരു പുരുഷൻ. അപ്പോൾ കൺഫ്യൂഷൻ വരില്ലേ? ആ കൺഫ്യൂഷൻ താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ യാ എന്ന അക്ഷരം ആദ്യം വരികയാണെങ്കിൽ, യാ മുഹമ്മദു എന്ന് വരികയാണെങ്കിൽ അവിടെ അൻതായിരിക്കും. മുഹമ്മദുൻ എന്നാണെങ്കിൽ അവൻ, ഹുവ. യാ മുഹമ്മദു, മുഹമ്മദേ എന്ന് വരികയാണെങ്കിൽ അൻത. ഇത് നന്നായിട്ട് പഠിച്ചാൽ, ഈ ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് പൂർണ്ണമായും എല്ലാം ശരിയാക്കാൻ പറ്റും. അപ്പോൾ മുഹമ്മദുൻ ഹുവ, യാ മുഹമ്മദു അൻത, ആയിഷ ഹിയ, യാ ആയിഷ അൻതി, യാ ആയിഷ അൻതി, യാ വന്നതോടുകൂടി അൻതിയായി. ഇനി യാ സൈദു അൻത, സൈദുൻ ഹുവ, ഫാത്തിമ വ ആയിഷ ഹുമാ, യാ ഫാത്തിമ യാ ആയിഷ അൻതുമാ. ഇപ്പോൾ ഹുവക്ക് പകരം അൻത, ഹുമാക്ക് പകരം അൻതുമ, ഹും എന്നതിന് പകരം അൻതും. ഹിയ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പഠിക്കാം. യാ ബനു, മകനെ, ഡേഷ് ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. അതാണ് അവിടെ വേണ്ടത്. യാ വന്നതുകൊണ്ട് ആദ്യം നമുക്ക് ഓരോന്നെടുക്കാം. ഇബ്നു എന്ന് പറഞ്ഞാൽ മകനാണ്, ഒരാൺകുട്ടിയാണ്. അപ്പോൾ ഒരാണാകുമ്പോൾ നമ്മൾ ഹുവ ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ യാ മുമ്പിൽ വന്നു, ഇബ്നു മകനെ. മകനെ എന്ന് വന്നതോടുകൂടി ഹുവയുടെ സാധ്യത അവിടെ ഇല്ല. പിന്നെ അതിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നത് അൻതയാണ്. അൻത ദാരിസുൻ. യബ്നാൻ, അവിടെ താന്നാണുള്ളത്, അതൊന്ന് തിരുത്തണം. യബ്നാൻ, നമ്മുടെ ടെക്സ്റ്റിലൊക്കെ നാനുള്ളത്. യബ്നാൻ, രണ്ട് മക്കളെ. അപ്പം രണ്ട് മക്കൾ എന്നുള്ളതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുക ഹുമായാണ്, ഹുവ ഹുമായാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ്? യാ ആദ്യം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കണം? യബ്നാൻ അൻതുമാ, യബ്നാൻ അൻതുമാ ദാരിസാൻ, നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. മൂന്നാമത്തെ നോക്കിയേ, യാ അബ്നാ ഉ, മക്കളെ. കുറേ ആൾക്കാരുണ്ട്, ആൺമക്കളെ. അപ്പോൾ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹും ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അവിടെ യാ തുടക്കത്തിൽ വന്നതുകൊണ്ട് അൻതും എന്ന് ഉപയോഗിക്കുന്നു. ഹുമ്മിന് പകരമായിട്ട് അൻതും എന്നുള്ളത് ഉപയോഗിക്കുന്നു. അടുത്തത് യാ ഫാത്തിമ എന്നായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? യാ ഫാത്തിമ അൻതി അല്ലേ. വെറും ഫാത്തിമയാണെങ്കിലോ ഹിയ. ഇവിടെ യാ ബിന്തു എന്നാണ്, മകളെ. മകളെ എന്നുള്ളത് ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഹിയയാണ്. പക്ഷെ അവിടെ യാ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അൻതി എന്ന് ഉപയോഗിക്കുന്നു. യാ ബിന്തു, മകളെ. അൻതി ദാരിസത്തുൻ. അടുത്തത് യാ ബിൻതാൻ, രണ്ട് പെൺമക്കളെ. രണ്ട് പെൺമക്കൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഹുമായാണ്. പക്ഷേ ഇവിടെ യാ മുമ്പിൽ വന്നതുകൊണ്ട് നമ്മൾ അൻതുമ. അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. യബ്നു മകനെ, അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. യബ്നാൻ, രണ്ട് മക്കളെ. അൻതുമാ ദാരിസാൻ, നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. യാ അബ്നാ ഉ, ആൺമക്കളെ. അൻതും ദാരിസൂൻ, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. യാ ബിന്തു, മകളെ. അൻതി ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ്. യാ ബിൻതാൻ, രണ്ട് പെൺമക്കളെ. അൻതുമാ ദാരിസത്താൻ, നിങ്ങൾ രണ്ടുപേരും പെൺമക്കളാണ്, രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. ഇനി അടുത്ത നോക്കിയേ, യാ ബനാത്തു,
പെൺമക്കളെ, കുറേ പെൺമക്കളുണ്ട്. അപ്പോൾ അവിടെ എന്താ ഉപയോഗിച്ചത്? അൻതുന്നയാണ്. പക്ഷെ യാ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടെ ഉപയോഗിക്കുക? ഹുന്നയായിരുന്നു. യാ ബനാത്തു അൻതുന്ന ദാരിസാത്തുൻ. അടുത്ത് അനബിനുൻ. അടുത്തെന്താണ്? അനബിനുൻ, ഞാൻ മകനാണ്. അവിടെ അന വന്നതുകൊണ്ട് അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാനൊരു ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ആൺമകനാണ്. അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അതെന്താ അവിടെ അന വരാൻ കാരണം? രണ്ടും അനയാണ്, രണ്ടും ഞാനാണ്. അർത്ഥത്തിലേക്ക് പോകൂ. അനബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്. അനദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയുമാണ്. അവിടെ ബിന്തുൻ വന്നതുകൊണ്ട് ദാരിസത്തുൻ വന്നു. നഹ്നു അബ്നാഉൻ, ഞങ്ങൾ ആൺമക്കളാണ്. നഹ്നു ദാരിസുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹ്നു ബനാത്തുൻ, ഞങ്ങൾ പെൺമക്കളാണ്. നഹ്നു ദാരിസാത്തുൻ, ഞങ്ങൾ വിദ്യാർത്ഥിനികളുമാകുന്നു.